ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുട്ടികൾ മൊത്തം ട്രിപ്പ് പോയാലോ? അപ്പോൾ കല്യാണിയും കല്യാണിയുടെ അംഗനവാടിയിലെ ഫ്രണ്ട്സ് മൊത്തം ഇന്നൊരു ടൂർ പ്രോഗ്രാം ഉണ്ടേ. അപ്പോൾ അതിനു വേണ്ടി പോകാൻ വേണ്ടി രാവിലെ തന്നെ 8 മണിയായപ്പോൾ എല്ലാവരും അംഗനവാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ ഇന്ന് ഇങ്ങനെ ഒരു വിനേതനം സംഘടിപ്പിച്ച നമ്മുടെ വാർഡിലെ അംഗനവാടി ടീച്ചർക്കും ഞങ്ങളുടെ പിള്ളേർക്കും വല്യമ്മമാർക്കും എല്ലാവർക്കും ഞാൻ നല്ലൊരു യാത്രാമംഗളം നേരുവാണ്. ചൂടാണെങ്കിലും സാരയില്ല. കടപ്പുറത്തൊക്കെ ബീച്ചിലൊക്കെ പോകുന്നുണ്ടോ? ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് കാറ്റൊക്കെ അടിച്ച് ബീച്ച് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ കൂടാ. പിള്ളേരെ ശ്രദ്ധിച്ചോണേ. എല്ലാവർക്കും മഞ്ഞളെ നല്ല ചൂടത്ത് എല്ലാവർക്കും ഒരു ഐസ്ക്രീം മെമ്പർ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടാകുമ്പോൾ ഒരു ഐസ്ക്രീം അമ്മ കുഞ്ഞുത്ത് തന്നെയല്ല എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, വരുമ്പോ കാണാം. വണ്ടിയിൽ അവരവർക്കുള്ള സ്ഥാനങ്ങളെല്ലാം പിടിച്ചു. അപ്പം നമ്മുടെ 3-ാം വാർഡിലെ മെമ്പറായ ജെയിംസ് സാർ വന്ന് നമുക്ക് എല്ലാവർക്കും യാത്രാമംഗളം അറിയിച്ചു. കയറിയ ഫസ്റ്റ് ഈശ്വര പ്രാർത്ഥന, അതാണല്ലോ ഒരിത്. പിന്നെ നമ്മുടെ മഞ്ജുള ടീച്ചർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു. ഈശ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരെ നമ്മളുടെ കുട്ടികൾ പാട്ടുകളൊക്കെ പാടിട്ടോ. കുറേ പേര് മൈക്കൊക്കെ പേടിച്ച് കുറേ പാട്ടും കാര്യങ്ങളെല്ലാം പാടി. അത് കഴിഞ്ഞ് പേരൻസിൻ്റെ പരിപാടി. അങ്ങനെ കുട്ടികളുടെയും ടീച്ചറിൻ്റെയും പേരൻസിൻ്റെയും ഗാനമേളയ്ക്ക് ശേഷം നമ്മൾ ആദ്യം പോകുന്നത് ഹിൽ പാലസിലേക്കാണേ. ഹിൽ പാലസിൽ ചെന്ന് നമ്മളവിടെ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. നേരെ നമ്മളൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് നിന്നിട്ടോ, എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ. അത് നേരെ നമ്മൾ ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ നേരെ നമ്മൾ ഹിൽ പാലസിൻ്റെ അകത്തേക്ക് പോകുവാണേ. അപ്പോൾ ഇത്രയും കുട്ടികളായിട്ട് പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമുള്ള ഭയങ്കരമായിട്ട് റിസ്ക് പിടിച്ച പരിപാടികളാട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാനായിട്ടുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണമെന്ന് നമ്മുടെ മഞ്ജുള ടീച്ചർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഹിൽ പാലസിൻ്റെ അകത്തെത്തി. അപ്പോൾ അവിടെ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊന്നും ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പൊക്കെ നമ്മളവിടെ കൊടുത്തിട്ട് നേരെ ഹിൽ പാലസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുവാണേ. അപ്പം ഞാനും കല്യാണിയും ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ 2 പേരും മാത്രമുള്ളൊരു ആദ്യത്തെ ട്രിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇതുവരെ കല്യാണിയായിട്ട് ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ല. അങ്ങനെ നേരെ അകത്ത് ചെന്നു. മഞ്ജുള ടീച്ചർ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു. നമ്മളെ പിള്ളേരെല്ലാമായിട്ട് നമ്മൾ കൊട്ടാരം കാണാൻ വേണ്ടി കയറി. കുട്ടികൾക്ക് ഇപ്പം രാജാവ്, കൊട്ടാരം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവാനായിട്ടുള്ളത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എങ്കിലും കൂടെ വന്നിരുന്ന ടീച്ചറും അതുപോലെ പേരൻസും കുട്ടികളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇതൊരു രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമാണെന്നും അവിടെ രാജാവ് ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ആനക്കൊമ്പ് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ രാജാവ് ഇരുന്ന കസേര കാര്യങ്ങൾ, അതുപോലെ ഇത് ആട്ടിൻ്റെ തോല് വെച്ച് നിർമ്മിച്ച എന്തോ ഇതൊക്കെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു. അവർക്കതൊക്കെ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നമുക്കറിയില്ല.
കൊട്ടാരത്തിൻ്റെ മുറ്റമൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നിറച്ചും ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ചെടികളെ ഇഷ്ടപ്പെടുന്ന ആർക്കും ആ ഒരു മനോഹാരിത ഭയങ്കര ഇഷ്ടമാണ്. ഇതാട്ടോ അവിടുത്തെ കുളം, നമ്മൾ കാണുന്ന സിനിമയിലൊക്കെ കാണുന്ന കുളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നേരെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു വണ്ടിയിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ അടുത്ത് നേരെ പോകുന്നത് മെട്രോയിലേക്കാണ്. മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പേരൻസിനൊക്കെ അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാനും കല്യാണിയൊക്കെ കയറി ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുവാണേ. അപ്പം ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കല്യാണി ആദ്യമായിട്ടാട്ടോ മെട്രോയിൽ കയറാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് മെട്രോ, എന്താണ് ഹിൽ പാലസ് എന്ന് മനസ്സിലാവാനായിട്ടുള്ളൊരു പ്രായം ആയിട്ടില്ല. എങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ മെട്രോയിൽ കയറി എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ നേരെ മെട്രോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണേ. അങ്ങനെ ഇതാണ് നമ്മുടെ മെട്രോ വന്നു. അങ്ങനെ മെട്രോയിലെ സഞ്ചാരങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ മെട്രോയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നത് വല്ലാർപാടം പള്ളിയിലേക്കാണ് വന്നത്. ഇവിടെ ഞാനും കല്യാണിയും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്ന മുറ്റം അടിക്കുന്നതാണ്. അപ്പോൾ ഞാനും കല്യാണിയും മുറ്റമൊക്കെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ബോട്ടിലേക്കാട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബോട്ട് യാത്രയാണേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അവിടെ പള്ളിയിൽ വെച്ച് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. നേരെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മറൈൻ ഡ്രൈവിലേക്ക്. ആദ്യം ബോട്ടിൻ്റെ യാത്രയോട് ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഉണ്ട്. സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ബോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബോട്ടിൻ്റെ ബാക്കിൽ നിൽക്കാൻ, അതൊരു സ്റ്റെപ്പിൽ നിൽക്കരുത്. അപ്പോൾ അവിടെ ബോട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വെള്ളം എന്നൊക്കെ പറയണമെങ്കിൽ അറിയാലോ, ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ബോട്ട് യാത്ര ഒത്തിരി എൻജോയ് ചെയ്തു. ഇപ്പോഴത്തെ ചൂട് എന്താണെന്നറിയാമല്ലോ. അപ്പോൾ ചൂടിന് ചെറിയൊരാശ്വാസം കിട്ടിയത് ഈ ഒരു ബോട്ടിൽ കയറിയ പിന്നെയാണ് കേട്ടോ. കുട്ടികൾക്കാണേലും നമുക്ക് പേരൻസിനാണേലും നല്ലൊരാശ്വാസം കിട്ടിയായിരുന്നു ബോട്ടിൽ കയറിയപ്പം. ചുറ്റിനും കടലും നല്ല രസമായിരുന്നു, ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലുള്ളത് നമ്മുടെ അംഗനവാടിയിൽ നിന്ന് വന്ന ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ബോട്ടായിരുന്നു അത്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്കുകളൊക്കെ കൊണ്ടുവരുന്ന വലിയ കപ്പലാട്ടോ. അത് ഒരുപാട് വലിയ കപ്പലാണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കപ്പലൊക്കെ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കല്യാണിയുടെ കാര്യം പറയണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും അതെ ആദ്യമായിട്ടാണ് അത്രയും വലിയ കപ്പലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെയും ആദ്യത്തെ ഒരു ബോട്ട് യാത്രയാട്ടോ ഇത്. ഞങ്ങൾ ഇത്രയും ദൂരം ഒരു ബോട്ട് യാത്ര 1 മണിക്കൂറുണ്ടായിരുന്നു ഈ ഒരു യാത്ര. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ കല്യാണീൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വീഴുവോ പിറക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട്
അപ്പോൾ കുട്ടികളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ എൻജോയ് ചെയ്തത് കുട്ടികളുടെ ടീച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ, മഞ്ജുള ടീച്ചർ. ഈ കുട്ടികളും ടീച്ചറുമാണ് കപ്പലിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അങ്ങനെ നേരെ നമ്മൾ വന്നത് സുഭാഷ് പാർക്കിലേട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ കപ്പലിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ആയത്. അത് കഴിഞ്ഞ് സുഭാഷ് പാർക്കിലേക്ക് കൊണ്ടുവന്നു. അത് കണ്ടപ്പോഴേ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി. എങ്ങോട്ട് കയറണം എങ്ങോട്ട് ഓടണം എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുന്നതാട്ടോ കണ്ടത്. അപ്പോൾ കല്യാണിക്ക് ഓരോന്നിൻ്റെ മേലെ ചുമ്മാ ചാടി കയറുമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും സുഭാഷ് പാർക്കിൽ വെച്ച് വളരെയധികം എൻജോയ് ചെയ്തു. പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ കോരിരുളിൻ പട. കുട്ടികളങ്ങനെ അവിടെയുള്ള ഓട്ടവും ചാട്ടവും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുട്ടികളും ടീച്ചറും കൂടെ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നേ. അപ്പം ഇത് നല്ലൊരു കാഴ്ചയാണ്. കാരണം നമ്മുടെ കുഞ്ഞു പിള്ളേരും അവരുടെ ടീച്ചറുമായിട്ട് ഒത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോസ് ആണെങ്കിലും ഭാവിയിൽ അവർക്ക് നല്ല ഓർമ്മകളായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് കടലിലേക്ക് കേട്ടോ. അവിടെയാണ് കുട്ടികളെല്ലാം അടിച്ച് പൊളിച്ച് തകർത്തത്. അത് നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും മനസ്സിൽ ലഡു പൊട്ടും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ബീച്ചിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. നല്ല മേത്തേക്ക് ഒഴിക്കരുത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ബീച്ചിൽ ചെന്നപ്പോഴാണേ. അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.